ഹായ്, വെൽക്കം ടു കലവറ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ്. ചിക്കൻ സൂപ്പ്. നാടൻ ചിക്കൻ സൂപ്പല്ല. നമ്മളതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. കറിക്കട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് സ്റ്റോക്ക് തയ്യാറാക്കണം. ചിക്കനിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു സവോള, വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഒരു 3 അല്ലി വലിയ വെളുത്തുള്ളിയാണ്. ഓരോ അല്ലിയും വലുതാണ്. അങ്ങനെ 3 എണ്ണം. ചെറിയ അല്ലിയാണെങ്കിൽ 6 എണ്ണം എടുക്കുക. ഇഞ്ചി ഇതുപോലൊരു 4 പീസ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക്, 4 ഏലക്ക, ഇതുപോലൊരു കഷ്ണം പട്ട, ഇത് കണ്ടല്ലേ, 6 ഗ്രാമ്പു, ഇത്രയും കൂടെ ഇതിലേക്കിടാം. ഇതിലേക്ക് 3 കപ്പ് വെള്ളം അളന്ന് വെച്ചിരുന്നതാണ്. ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇത് അടുപ്പ് കത്തിച്ച് അടുപ്പിലേക്ക് വയ്ക്കാം. ഇത് അടച്ച് വെച്ച് വേവിക്കാം. തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് വേവിക്കണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം ഇതെല്ലാം അരിച്ച് മാറ്റണം. ഉള്ളിയും പട്ടയും ഗ്രാമ്പും എല്ലാം. ചിക്കനെല്ലാം എടുത്ത് മാറ്റി ഇപ്പം ചിക്കൻ സ്റ്റോക്ക് ഇതിപ്പോൾ ഒരു 2 കപ്പ് കാണും. നമുക്കിനി അടുപ്പ് കത്തിച്ച് സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. പാൻ ചൂടായി. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബട്ടറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കൂടുതൽ ചേർക്കാം. തീ കുറച്ച് വയ്ക്കണം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മൈദാമാവ്. ഇത് ചേർക്കുന്നത് സൂപ്പിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ്. മൈദയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറണം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ആക്കിയാൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല്, തീ കൂട്ടി വെച്ചിട്ട് ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കാം. വേണ്ട, ഇത് കുറുകി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം, എരിവൊക്കെ എല്ലാം നോർമലായിട്ടുള്ള ഇതിലുണ്ട്. ഇനി എക്സ്ട്രാ എരിയോ ഉപ്പോ ഒക്കെ വേണമെന്നതിൽ നിങ്ങൾക്ക് കഴിക്കുന്ന സമയത്ത് അല്പം കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് കഴിക്കാം. ചെറിയ ചൂടോടുകൂടി സൂപ്പ് കുടിക്കുന്നതാണ് നല്ലത്. കുട്ടികൾക്ക് ഈ സൂപ്പ് വളരെയധികം ഇഷ്ടപ്പെടും. ബട്ടറും ഒക്കെ ചേർക്കുന്നതായുണ്ട്. നല്ലപോലെ തിളയ്ക്കുന്ന ഈ സമയത്ത് 3 മുട്ടയുടെ വെള്ള ഇതിലേക്ക് ചേർക്കാം. അതിങ്ങനെ തേയില അരിപ്പോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്.
നൂല് പോലെ വീഴും. ഇങ്ങനെയാണ് ഇത് ഇരിക്കേണ്ടത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. സൂപ്പിൻ്റെ മുകളിൽ മുട്ടയുടെ വെള്ളം ഇങ്ങനെ കിടക്കും. ചിക്കൻ സൂപ്പ് റെഡിയായി. ഇതിനകത്ത് ഓരോ കപ്പിൽ 1/2 ടീസ്പൂൺ വെച്ച് സോയാ സോസ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി എരിയും ഉപ്പൊന്നും പോരാന്നുള്ളവർക്ക് കുറച്ചുകൂടെ ചേർത്ത് കഴിക്കാം. എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ്.